പതിവ് പോലെ ഞങ്ങൾ ഇന്നും യാത്ര പോവാണ് കേട്ടോ. ഇന്ന് ദൂരേക്കൊന്നല്ലേ, അച്ഛൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ചേച്ചി വെയ്യാതെ കിടക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് പറഞ്ഞു. പ്രായമായതാണ് കേട്ടോ. അപ്പോൾ എന്നാൽ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബേബി ഉണ്ടായിരുന്നില്ല, സ്കൂളിൽ പോയി. ഞങ്ങൾ അമ്മമ്മ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പറയേണ്ട അച്ഛൻ്റെ ചേച്ചീനെ ആരെങ്കിലും അമ്മമ്മ എന്ന് വിളിക്കുമോ എന്ന്. അതാണ് കേസ് ഞങ്ങളുടെ നാട്ടിലെ കള്ള് ഷോപ്പ്. അതാണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ട റോഡൊക്കെ വീണ്ടും ശോചനീയമായിട്ട് തന്നെയാണ് കേട്ടോ കിടക്കുന്നത്. ഇതാണ് സുഷമ ഡോക്ടറുടെ വീട്, ഞങ്ങളുടെ നാട്ടിലെ ഡോക്ടറുടെ വീടാണ്. റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മുടെ സർക്കാർ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അവസാനം ഞങ്ങൾ കറുകപ്പത്തൂർ എത്തി. പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു. പെട്രോൾ അവിടെ നല്ല കേട്ടോ അടിച്ചു. അപ്പോഴേക്ക് ഇതാ വേദു ഉറങ്ങി. കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ വേദു നോക്കി എണീറ്റിട്ട് പറയായിരുന്നു മാമയുടെ ഓട്ടോറിക്ഷ പോലത്തെ ഓട്ടോറിക്ഷ എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ പോയിട്ട് കുറച്ച് പഴവും അതുപോലെ തന്നെ എന്തൊക്കെയോ സാധനം വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ ഗൈസ്. പക്ഷേ അവൾക്ക് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല. പിന്നെ അതടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നില്ല, എന്താ അവളെ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തായിരുന്നു. പിന്നെ ഇതേ ഈ കടയത്തൊരു ചേട്ടൻ വന്നിട്ട് ഏട്ടനെ കൈ കൊടുക്കുമായിരുന്നു കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല, അറിയുന്നവരായിരിക്കാം. അപ്പോൾ അത് അച്ഛൻ സാധനം വാങ്ങിയിട്ട് വരിക. അപ്പോൾ വീതുവിന് 2 മിഠായി കൊണ്ടുവന്ന് കൊടുത്തിട്ടോ. ഒന്ന് ബേബിക്ക് ഒന്ന് വേദൂനെന്നാണ് പറഞ്ഞത്. അച്ഛന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ആ 2 അവൻ്റെ കയ്യിൽ കൊടുക്കാൻ. ആ 2 അവൻ തിന്നു. അപ്പം ഉണ്ട് ഇതാ പെട്രോൾ പമ്പിലെത്തിയപ്പോൾ കൈയെടുക്കടാ. പെട്രോൾ പമ്പിലെത്തിയപ്പോൾ ഉണ്ട് അടിപൊളി മഴക്കാറ്. ഞങ്ങാനാണെങ്കിൽ തുണികളൊക്കെ രാവിലെ ഒന്ന് നേരത്തെ തോരട്ടു കേട്ടോ. ഇന്ന് ഉണങ്ങുമല്ലോ, ഒരു വെയിലും ഉണ്ടായിരുന്നേ. പിന്നെ ഒരു ചതി കണ്ടോ ഗൈസ്. ഒരിക്കലും മഴക്കാലത്ത് തുണികൾ പുറത്തിട്ടിട്ട് എങ്ങോട്ടും നിങ്ങൾ യാത്ര ചെയ്യരുത്. തുണികൾ അകത്തിടണം. വെയിൽ നമ്മളെ ചതിക്കും. കാരണം എന്താ, ഇപ്പം മഴക്കാലമാണല്ലോ. അപ്പോൾ വെയിൽ എപ്പോഴെങ്കിലും വന്നു പോവുള്ളൂ. എൻ്റെ തുണികളൊക്കെ നനഞ്ഞ് ക്ലിപ്പിടാനും മറന്നു. തിരിച്ചെത്തുമ്പോൾ ആകെ ചളിപിളിയായിട്ടുണ്ടായിരുന്നത് കണ്ടോ. ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും അടിപൊളി മഴ പറഞ്ഞാൽ അടിപൊളി മഴ പെയ്തു കേട്ടോ. അപ്പോൾ അതാ ഏട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ പറയും എൻ്റെ ഒരു വീഡിയോ എടുക്കുന്നു. പക്ഷേ എപ്പോഴും ബാക്കിലേക്കുള്ള വീഡിയോ ഞാൻ എടുക്കുള്ളൂ. അപ്പോൾ അതാ കണ്ടോ ഞങ്ങളവിടെ എത്തിയപ്പോഴുള്ള മഴയുടെ കോലാണ് നിങ്ങൾ കാണണമെന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. ഇത്രയും മഴ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ തുണികളൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ടല്ലേ പോവുള്ളൂ. പക്ഷെ അറിയിച്ചില്ല മഴ. അതാണ് കേട്ടോ അമ്മമ്മ. ഞങ്ങൾ അമ്മമ്മ എന്ന് വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, അച്ഛൻ്റെ ചേച്ചിയാണ്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏട്ടൻ വിളിച്ചതാണ് അങ്ങനെ. അപ്പോൾ ഞാനും അങ്ങനെ വിളിക്കുന്നു. അപ്പോൾ വേദുവിൻ്റെ മിഠായിയൊക്കെ തിന്നാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് അച്ഛൻ്റെ ഏട്ടനും അച്ഛൻ്റെ അമ്മയും കേട്ടോ. അവർ മരിച്ചു ഗൈസ്. അതാണ് ആ ഫോട്ടോ അവിടെ ചുമരിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അതാ ഞങ്ങൾ വരുന്ന വഴിക്ക് അവർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇങ്ങോട്ട് തന്നു കേട്ടോ. ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ കഴിച്ചില്ല. അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈ പിടിച്ചു. അവനത് വേണ്ട പറഞ്ഞു. പിന്നെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഞാൻ റബ്ബർ എസ്റ്റേറ്റ് കണ്ടപ്പോൾ വെസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഇവിടെ ഒരു മന ഉണ്ട് കേട്ടോ, കക്കാട്ടുമനയോ അങ്ങനെ എന്തൊരു മനയാണെങ്കിൽ പല ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. കുറേ ഷൂട്ടിങ്ങൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. കുറേ സിനിമാ നടന്മാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കണ്ടിട്ടില്ല ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.